ഈ മഴയത്ത് എവിടെയാ മോളെ പോകുന്നേ? എന്താ മോളെ പ്രശ്നം? നിങ്ങൾ ബ്രഹ്മയെ തേടി പോയതില്ലേ അങ്കിൾ? അമേരിക്ക അന്വേഷിച്ച് പോയാലും അതിനൊരു അർത്ഥമുണ്ട്. ഇപ്പൊ ആരെങ്കിലും ബർമയിലേക്ക് പോകുമോ മോളെ? ഞാൻ പോകും അങ്കിൾ. നീ എന്തിനാ മോളെ പോകുന്നേ? എനിക്ക് പോണോ അങ്കിൾ? പോയേ പറ്റൂ. അങ്കിള് വണ്ടി എടുക്കോ അതോ ഞാൻ തനിയെ പോണോ? ഞാൻ തന്നെ എടുക്കാം. ബ്രഹ്മ, ബ്രഹ്മ, ബ്രഹ്മ. എന്താ മോളെ ഈ മഴയത്ത് വന്നേ? ബ്രഹ്മ എവിടെ? എന്താ ഈ പറയുന്നേ? ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് അന്വേഷിച്ചു വരുമായിരുന്നു. 2 ദിവസമായി ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല. AK സ്വാമി ഗ്രൂപ്പ് ബോംബെന്ന് ആളുകളെ കൊണ്ടുവന്ന് അവിടെ റെഡിയാക്കി നിർത്തിയിരുന്നു. ഞാനും ആംബ്രോസും ജീവൻ നേരെ അങ്ങ് ചെന്നു. ആംബ്രോസും ജീവൻ രണ്ടുപേരെ അങ്ങ് തട്ടി. അതിൻ്റെ ഇടയിൽ എൻ്റെ സെൽഫോൺ മിസ്സായി. പെട്ടെന്ന് ലോക്കൽ ഗ്രൂപ്പിനെ വെച്ച് അന്വേഷണം നടത്തി. ആ സമയത്ത് ഞങ്ങളൊരു സ്ഥലത്ത് ഒളിച്ചിരുന്നു. അതൊക്കെ ഇരിക്കട്ടെ, ജീവ എവിടെയുണ്ട് ഇപ്പോ? ആംബ്രോസ് എവിടെ? നിങ്ങൾ ജീവയുടെ ചോദിക്കേ. ജീവ ഒന്ന് പറഞ്ഞു കൊടുക്ക്. അത് ജീവ, ഗുണപാലൻ സാറിനെ നിനക്ക് ഒരുപാട് ഇഷ്ടമാണോ? ആംബ്രോസിന് അദ്ദേഹത്തെ ഭയങ്കര ജീവനാ. അങ്ങനെയാണ്. അവൻ മരിച്ചുപോയി സാർ. യുദ്ധം വന്നാൽ സോൾജേഴ്സ് മരിച്ചാലും കമാൻഡർ ഉണ്ടാകണം. നീയാ കമാൻഡർ. ഇവിടെ നിൽക്കുകയാണോ സംഗീ? വാ. പഴയ DGP ഓർമ്മയുണ്ടോ? ആ ഹിന്ദിക്കാരനെ പോലെ ഇരിക്കുന്ന തമിഴനല്ലേ? അയാൾ എന്നെയും കൃഷ്ണസ്വാമിയെയും മീറ്റ് ചെയ്യാൻ വരാൻ പറഞ്ഞിരിക്കുന്നു. എന്തിന്? ഒന്നിച്ച് വിളിപ്പിച്ച് ഒരുമിപ്പിക്കാൻ തന്നെ. ഓഹോ, രണ്ടിലെയും ഒന്നിനെ കാണുന്നതിനും രണ്ടിനെയും ഒന്നായി കാണുന്നതിനും വ്യത്യാസം ഉണ്ടല്ലേ? എന്താ പറഞ്ഞേ? നല്ല കാര്യം തന്നെ. വരണം സാർ, വരണം. പഴയ DGP താങ്കൾക്കായി ഗാലറിയിൽ വെയിറ്റ് ചെയ്യുന്നു. ഞാൻ റിട്ടയർ ആയിട്ട് 5 വർഷമായി. ഹവായിൽ അന്നു മുതൽ ഞാൻ റെസ്റ്റ് എടുക്കുകയായിരുന്നു. ഗവൺമെന്റ് ആവശ്യപ്പെട്ടിട്ടാ ഇപ്പൊ ഇങ്ങോട്ട് വന്നിരിക്കുന്നു. ഗുണപാലൻ, AK സ്വാമി, 80s ഞാൻ റായപുരത്തിരുന്നപ്പോ നിങ്ങൾ 2 പേരും എന്റെ കസ്റ്റഡിയിൽ ഇരുന്നിട്ടുണ്ട്. 2 പേരെയും ഒരേ ലോക്കറിൽ ഇടണേന്ന് പറഞ്ഞ് എന്നെ നിങ്ങൾ ശല്യം ചെയ്തിരുന്നു. നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് നിങ്ങളെ തന്നെ ഓർമ്മപ്പെടുത്തുന്നു. ഇപ്പൊ നിങ്ങൾ 2 പേരും ഐക്കൺസ് ഓഫ് തമിഴ്നാട്. തൊഴിൽ വഴക്കുണ്ടാകാം, മരണക്കളി വേണമെന്നുണ്ടോ? ഇവരുടെ ആൾക്കാരുടെ പേരിൽ ഈ മാസം ചുമത്തിരിക്കുന്ന കേസ് റെക്കോർഡായത്. നിങ്ങൾ 2 പേരുടെയും പേര് വെളിയിൽ വിടാതെ വെച്ചിരിക്കുക. നിങ്ങളുടെ ഇമേജ് ആണ് തമിഴ്നാട് തൊഴിൽ വകുപ്പിന്റെ ഇമേജ്. മിനിസ്ട്രിയിൽ നിന്ന് അഡ്വൈസ് വന്നിട്ടുണ്ട്. എന്തു പറയണം? സർ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. രാജപ്പനല്ലേ, ചറ വരാന്ന് പറയുമല്ലോ, പറയേ. വഴക്കു കൂടി ഇവർക്കിടയില് സമാധാനത്തിന്റെ കൊടി ഉയർത്താൻ ഒരു വഴിയുണ്ട് സാർ. ഇദ്ദേഹത്തിന്റെ മകളെ അദ്ദേഹത്തിന്റെ മകനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചാൽ മതി സാർ. ജീവനും സുരക്ഷിതം, സ്വത്തും സുരക്ഷിതം. വെൽ ഡൺ, വെൽ ഡൺ. അല്ല, അത് എടാ, നീ മിണ്ടരുത്. നീ മിണ്ടിയാലേ വഴക്കാവും. കൃഷ്ണസ്വാമിക്ക് ഓക്കെയാണോ? കൃഷ്ണസ്വാമി എന്ന് വിളിക്കാതെ
AK സ്വാമി എന്ന് വിളിച്ചാ എനിക്ക് ഓക്കെയാ. എന്തായാലും എൻ്റെ മോള് സംഗീതയോട് ഒരു വാക്ക് ചോദിക്കട്ടെ. ഓക്കെ. ഏയ് സംഗി, ആശംസകൾ. ഏയ് സംഗീ, Congratulations. ഗുഡ് ഗേൾ. അങ്ങനെ കല്യാണമായി. അതെ അതെ. സംഗീതയ്ക്കൊക്കെ ആണെങ്കിൽ ശരിയെന്ന് പറഞ്ഞു വിടാം. എന്താ രാജപ്പ? എല്ലാവർക്കും ഇതിന് സമ്മതാണോ? സമ്മതം മാത്രമല്ല മോളെ, വലിയ സന്തോഷവും. കറക്റ്റ്. അങ്ങനെയാണോ? എല്ലാവർക്കും സന്തോഷമാണെങ്കിൽ എനിക്ക് സന്തോഷം. അടിപൊളി ബാച്ചിലർ പാർട്ടി നടത്തണം, മനസ്സിലായില്ലേ? ഓക്കെ, ഐ വിൽ സ്പോൺസർ. എല്ലാവർക്കും സമ്മതാണോ സന്തോഷാണോ എന്ന് ചോദിച്ചിട്ട് പോലും ഒന്നും മിണ്ടിയില്ല. നീയൊക്കെ മനുഷ്യനാണോ? വാ ഗണേഷ്, ഇതാ നമ്മുടെ പുതിയ ഷോപ്പിംഗ് മാൾ. സാർ, അവൻ ആകെ തകർന്നു നിൽക്കുമ്പോഴാണ് നിങ്ങൾ ഈ മാള് ചുറ്റി കാണിക്കുന്നത്. എന്താ? ആരോട് ചോദിച്ചിട്ടാ സംഗീതം എനിക്ക് ഫിക്സ് ചെയ്തേ? എനിക്ക് വേണ്ട. ഞാൻ പ്രേമിക്കുന്ന വീണ തന്നെ വേണം. ഇത് കണ്ടോ മിസ്റ്റർ, 2000 കോടി സ്വത്ത് വേണോ അതോ ഒരു പീറ പെണ്ണിനെ വേണോ? പീറയല്ല, എന്റെ സിസ്റ്റർ വെറും പീറയല്ല. നോക്കു ഗണേഷ്. ഏയ്, നിങ്ങളുടെ പണമൊന്നും എനിക്ക് വേണ്ട. ഡാഡിക്ക് അറിയാമോ ഞാൻ അവളെ എത്ര മാത്രം സ്നേഹിക്കുന്നു? നാണമില്ലട നിനക്ക് വെറുതെ ഇങ്ങനെ കിടന്ന് മോങ്ങാൻ. നാശം നാശം. ഡേ, നാശം നാശം ഒന്ന് 2 പ്രാവശ്യം പറഞ്ഞിട്ടും പോയല്ലോ. ഒരു നാശം നീയും മറ്റേത് ഞാനുമാണോ? ആരാടാ ഇവരൊക്കെ? ചാനൽ ഷോയിലെ ഗ്രാൻഡ് മാസ്റ്ററെ പോലുണ്ടല്ലോ. വാടാ. അതെ അതെ, നീ കേട്ടതൊക്കെ സത്യ. ശീതസമരം എല്ലാം കഴിഞ്ഞുപോയി. എല്ലാം നല്ല രീതിയിൽ തന്നെ അവസാനിച്ചു. വരണം ഗണേഷ്. ഒന്ന് പോടോ. ദാദാ അവിടെ ഇരിപ്പുണ്ട്. ഏയ്, നീ എന്താ ഇവിടെ? ഛെ, വിടെടാ. എന്നെ വിട്. എന്താ നീ കാണിക്കുന്നേ? വിട് എന്നെ. വിടെ. നിങ്ങൾക്ക് അറിയാമോ ഈ വീണ ഞാൻ പ്രേമിക്കുന്ന പെണ്ണ്? ഇവളാ എന്റെ ജീവൻ. ഇവളെങ്ങനെ കടത്തിക്കൊണ്ട് പോന്നിട്ട് നിങ്ങളുടെ മോളെ എന്റെ തലയിലാക്കാൻ നോക്കുവാണോ? നടക്കില്ല നടക്കില്ല നടക്കില്ല. വിടല്ലേ വീണ. വീണ, അവനെ വിളിച്ചോണ്ട് പോ. വീണ, വീണ പ്ലീസ്. വീണ, നീ കാരണമല്ല. സോ എല്ലാരും ചേർന്ന് എല്ലാം എന്നിൽ നിന്നും മറച്ചല്ലേ? ഇത്രയായ സ്ഥിതിക്ക് നമ്മുടെ സംഗീതയ്ക്ക് ഈ കല്യാണം വേണോ? വേണം. അങ്കിൾ, എനിക്കറിയാം ആ ഗണേഷ് കൺവിൻസ് ആയില്ലെങ്കിൽ വീണയെ വിടില്ല. വീണയെ വിട്ടില്ലെങ്കിൽ നിങ്ങൾക്കെല്ലാവർക്കും ദേഷ്യം വരും. മാരേജ് നടന്നില്ലെങ്കിൽ വീണ്ടും ഒരു വാർ സ്റ്റാർട്ടാവും. മതി അങ്കിൾ, നമ്മളെ വിശ്വസിച്ച് വന്ന വീണയെങ്കിലും നന്നായിരിക്കട്ടെ. എന്റെ മോളെന്നോട് നേരിട്ട് സംസാരിക്കില്ലെങ്കിലും നല്ലതേ പറയൂ. അപ്പൊ പിന്നെ ആദ്യം വേണ്ട. ചെറിയ കുട്ടികൾക്ക് കല്യാണത്തിന് മുമ്പ് അതും ഇതും ഒക്കെ കാണും. എല്ലാം ഗണേശനോട് സംസാരിച്ച് ശരിയാക്കാം. അല്ല വിജയ? ശരിയാച്ചാ, ഡോണ്ട് വറി, ഞങ്ങൾ നോക്കിക്കോളാം. താങ്ക് യു. ഹേയ് രായപ്പ, നമ്മുടെ ബ്രഹ്മയെ വിളിച്ച് ആ ഗണേശനെ എങ്കിലും ട്രാപ്പ് ചെയ്ത് നമ്മുടെ സൈറ്റിലേക്ക് കൊണ്ടുവരണം. ബ്രഹ്മ എന്തിനാ? കാര്യമുണ്ട് രായപ്പ. ആ ഗണേശനോട് സംഗീത കല്യാണം കഴിക്കാവില്ലയോ എന്ന് നമുക്ക് ഗൺ പോയിന്റിൽ ചോദിക്കണം. അവൻ ഓക്കെ പറഞ്ഞാൽ നടത്താം. പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ അവനെ തീർത്ത് കളഞ്ഞിട്ട് കുറ്റം ബ്രഹ്മയുടെ തലേ ചാർത്താം. എന്താ രായപ്പ ഇങ്ങനെ നോക്കുന്നത്? നിന്റെ പ്ലാൻ, ഈ വേഗം, എല്ലാം ചെറിയ പ്രായത്തിൽ ശരിക്കും നിന്റെ അച്ഛനെ കണ്ട പോലുണ്ട്. നീ വലിയവനാകും മോനെ. താങ്ക്സ് രായപ്പ, താങ്ക്സ് രായപ്പ. പോയിട്ട് വരാം. ബ്രഹ്മ, സംഗീതയുടെ കല്യാണം അച്ഛൻ്റെ പ്രസ്റ്റീജ് ഇഷ്യൂ. ആ ഗണേശനെ കൊണ്ട് എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കണം. അവനെ സൈറ്റിൽ കൊണ്ടുപോയി എങ്ങനെയെങ്കിലും മെരുക്കി നമ്മുടെ വഴിക്ക് കൊണ്ടുവരണം. ഒന്ന് ഹെൽപ്പ് ചെയ്യൂ ബ്രഹ്മ. ഇപ്പൊ പറ ഗണേഷ്, എന്റെ പെങ്ങളെ കല്യാണം കഴിക്കോ ഇല്ലയോ? കഴിയില്ല.
ഞാൻ വീണയാ സ്നേഹിക്കുന്നേ. വീണ എന്റെ അനിയന്റെ പെണ്ണ, സംഗീതയാ നിന്റെ പെണ്ണ്. എന്തിനാണ് മറ്റുള്ളവരുടെ പെണ്ണിനെ വെറുതെ ആഗ്രഹിക്കുന്നത്? അയ്യോ, വീണ എനിക്ക് ജീവനാണ്, ജീവനാണ്. സബാഷ് സബാഷ് സബാഷ്, ജീവനാണ്. അവൻ ജീവൻ വെച്ചൊരു ഗെയിം കളിക്കാം. ലിഫ്റ്റ് 3-ാം നിലയിലെത്താറായി. ഇത് 9-ാം നിലയിൽ എത്തുന്നതിന് മുമ്പ് നീ സംഗീത കല്യാണം കഴിക്കാമെന്ന് സമ്മതിച്ചില്ലെങ്കിൽ നീ പിന്നെ ഉണ്ടാകും. 5, 6 പറ. എടാ, സംഗീത കല്യാണത്തിന് സമ്മതിച്ചു, പിന്നെ നിനക്കെന്താണ് പ്രശ്നം? 7. ശരി ശരി, കൊല്ലല്ലേ. സംഗീതത്തെ തന്നെ ഞാൻ കല്യാണം കഴിച്ചോളാം, സമ്മതിച്ചു. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ബ്രഹ്മ, എന്നെ പ്രേമിക്കുന്ന പെണ്ണിനെ നീ കല്യാണം കഴിക്കണോ? എന്താണ് മടയാ? എനിക്ക് അവളെ ഇഷ്ടോടാ. ആരടാ ഇവൻ? ഒരുത്തൻ പ്രേമിക്കുന്ന പെണ്ണിനെ കല്യാണം കഴിക്കാനായിട്ട്? ശരി, നീ തന്നെ പറ, ഞാൻ എന്താ ചെയ്യണത്? ആരോടാ ഇവന്റെ കളി? ഏയ്, ജീവനുണ്ടോ നോക്ക്, ജീവനുണ്ടോ നോക്ക്. ഏയ്, നൂല് വെച്ച് നോക്ക്. ഏയ്, ഏത് നൂലാണത്? കയ്യിലിരുന്നത്. അതാ ഞാൻ നോക്കിയേ. 2 പ്രാവശ്യം കൊല്ലാൻ ശ്രമിച്ചല്ലേ, ചത്ത് ജീവിച്ചില്ലേ? അതുപോലെ വരുവടവൻ, വരുവടാ. പറയ്. ഇല്ല, വരില്ല. കഴിഞ്ഞു. എനിക്കും സംഗീതയ്ക്കും ഇടയില് ആരും പട്ടിയെ പോലെ വാലാട്ടാൻ പാടില്ല. പട്ടി. ഏയ്, ഞാൻ പട്ടിയാണോടാ? എപ്പോഴാണ് ഞാൻ നിന്നോട് വാലാട്ടിയെ? അല്ല, തോക്ക് മാറ്റ്. വെറുതെ വിട്. സാധാരണ ഇങ്ങനെ ഉള്ളിച്ചെന്നെ തരാറ്. എന്നാ വെച്ചോ. പൈസ ആ പൈസ എടുക്ക്. ഒരു 5000 മാത്രം എടുക്ക്. ഈ 5000 രൂപ വെച്ചിട്ടല്ലേ എന്നെ അച്ഛനെ കളനാക്കിയേ? ഇത് തരാതെ ഇത്ര നാളെ എന്നെ പറ്റിച്ചേ. ഏയ്, എന്റെ ടെക്നിക്ക് എന്നെ തന്നെ കാണിക്കുന്ന. മൊബൈൽ എടുക്ക്. ആ മൊബൈൽ എടുക്ക്. എടുക്ക്. AK സ്വാമി, നിങ്ങളുടെ മോൻ ഗുണപാലിന്റെ മോളെ കല്യാണം കഴിക്കില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. വിജയപാൽ അവനെ തട്ടിക്കളഞ്ഞു. അതെ, ഗുണപാലിന്റെ വേളാച്ചേരി സൈറ്റിലെ ലിഫ്റ്റില്. പ്ലാൻ ആർക്ക് വേണമെങ്കിലും ചെയ്യാം, അത് നടപ്പിലാക്കുന്ന പ്രധാനം. കൈവിട്. പറയൂ കൃഷ്ണസ്വാമി. എല്ലാം പോയി ഗുണപാല. നിന്റെ മകൻ എന്റെ മകനെ ഷൂട്ട് ചെയ്ത് കൊന്നു. നിന്റെ മകൻ ഇവിടെ ഉണ്ട്. അവന് നിനക്കും തരില്ല. Our war never ends. അയ്യോ, നമ്മുടെ കുഞ്ഞിനെങ്ങനെ പറ്റിയല്ലോ, നമ്മുടെ വിജയനെങ്ങനെ പറ്റിയല്ലോ. അവൻ രക്ഷ പോരല്ലേ സാർ? അവനെ ഈ കൈകളിലല്ലേ കോട്ടിയിടന്ന് വളർത്തിയേ. സാറേ, അവൻ പോയല്ലോ. അയ്യോ, നമ്മളെ തനിച്ചാക്കി പോയി കളഞ്ഞല്ലോ. നമ്മളെ വിട്ടു പോയില്ലേ?